ഡ്രാഗൺ തൈ നട്ടിട്ട് 2-3 വർഷങ്ങളായി ഇതുവരെ പഴം കിട്ടിയിട്ടില്ല എന്ന് ഒട്ടനവധി കർഷകർ പറയാറുണ്ട്. വേനൽക്കാലത്ത് പൊതുവെ ഡ്രാഗൺ തണ്ടുകൾ മഞ്ഞ നിറം കാണിക്കുന്നു. പൂ ഉണ്ടാകുന്നെങ്കിലും പൂ കൊഴിച്ചിൽ വ്യാപകമാണെന്ന് ധാരാളം കമൻസ് വരുന്നുണ്ട്. ഡ്രാഗൺ ചെടികളിൽ വൈറ്റ് സ്പോട്ട് കാണുന്നു, അങ്ങനെ തണ്ട് അഴുകുന്നു എന്ന് പല കർഷകരും ചോദിക്കാറുണ്ട്. ജെസീസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഏപ്രിൽ 12, വിഷുവിനോടനുബന്ധിച്ച് ഈ മാസത്തെ ഏപ്രിൽ മാസത്തെ 2ാമത്തെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിളവെടുപ്പാണ് ഇന്നത്തെ വീഡിയോ. അതോടൊപ്പം തന്നെ ഡ്രാഗൺ പുതുതായി നടുന്ന കർഷകർക്കും നട്ടിട്ട് 2-3 വർഷമായിട്ടും പഴം കിട്ടാത്ത കർഷകർക്കും അതുപോലെ ഡ്രാഗൺ കർഷകർ എന്ന് പറഞ്ഞാൽ വിളവ് 4-5 മാസം മാത്രം പരിമിതമായി വിളവ് ലഭിക്കുന്ന കർഷകർക്ക് ഏറെ പ്രയോജനകരമാണ് ഇന്നത്തെ വീഡിയോ. അതുകൊണ്ട് തന്നെ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഡ്രാഗൺ ഫ്രൂട്ട് കർഷകരും അതുപോലെ സബ്സ്ക്രൈബേഴ്സും ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള പ്രധാന മറുപടിയും കൂടിയാണ് ഇന്നത്തെ വീഡിയോ. ഡ്രാഗൺ തൈ നട്ടിട്ട് 2-3 വർഷങ്ങളായി ഇതുവരെ പഴം കിട്ടിയിട്ടില്ല എന്ന് ഒട്ടനവധി കർഷകർ പറയാറുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ നടാൻ ഉപയോഗിക്കുന്ന തണ്ടുകളാണ്. ഇത് ഇങ്ങനെ ഒന്നിലധികം കായ്കൾ പിടിച്ച നല്ല മുഴുത്ത തണ്ടുകൾ വേണം നടീൽ വസ്തുവായി തിരഞ്ഞെടുക്കാൻ. ഈ തണ്ടുകൾ ഉപയോഗിച്ചാൽ കൃത്യമായിട്ട് 7ാം മാസം നമുക്ക് വിളവ് കിട്ടും. വേനൽക്കാലത്ത് പൊതുവെ ഡ്രാഗൺ തണ്ടുകൾ മഞ്ഞ നിറം കാണിക്കുന്നു. ഇത് രോഗമാണോ എന്ന് പല കർഷകരും ചോദിക്കാറുണ്ട്. ഇത് രോഗമേ അല്ല, വെള്ളത്തിൻ്റെ കുറവ് കൊണ്ട് ചെടി സ്വയം മഞ്ഞ നിറം കാണിക്കുന്നതാണ്. ഒന്നിടവിട്ട് വെള്ളം തളിക്കുകയോ ഒരു മഴ വരികയോ ചെയ്യുമ്പോഴോ ഒരു മഴ കിട്ടുകയോ ചെയ്യുമ്പോൾ ആ മഞ്ഞ നിറം താനേ അങ്ങ് മാറിക്കൊള്ളും. അതിനുവേണ്ടി നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വേനൽക്കാലത്ത് ഡ്രാഗൺ ചെടികൾക്ക് മുകളിൽ ഓല, ചാക്ക് തുടങ്ങിയൊക്കെ പുതയായി ഇടണമോ എന്ന് ധാരാളം കർഷകർ ചോദിക്കാറുണ്ട്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. ഓലയോ മറ്റോ ഒക്കെ ഇട്ടാൽ ഡ്രാഗൺ ചെടികൾക്ക് മുകളിൽ അവ പൊടിഞ്ഞ്, വേനൽ കൊണ്ട് അവ പൊടിഞ്ഞ് തണ്ടിനടിയിൽ അവ ഇരുന്നിട്ട് മഴക്കാലത്ത് തണ്ട് ചീഞ്ഞ് ഫംഗൽ രോഗം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വേനൽക്കാലത്ത് അവ അഫോർഡ് ചെയ്തോളും. ഒരു കാരണവശാലും ഇതിന് പുതയിട്ട് കൊടുക്കരുത്. തണ്ടിന് മുകളിൽ 45 ഡിഗ്രി വരെ ചൂട് താങ്ങാനുള്ള കഴിവ് നമ്മുടെ ഡ്രാഗൺ തണ്ടുകൾക്കുണ്ട്. ഇവിടെ തന്നെ എൻ്റെ ടെറസിൻ്റെ 2ാമത്തെ നിലയിലാണ് ഇവ നട്ടിരിക്കുന്നത്. ഈ കൊടും വേനലിൽ പോലും മാസത്തിൽ 3 പ്രാവശ്യം തുടർച്ചയായി നമുക്ക് പഴം ലഭിക്കുന്നുണ്ട്. അങ്ങനെ വർഷത്തിൽ എല്ലാ മാസവും പഴം കിട്ടുന്നുണ്ട്. ഇതിൽ 2 മാസം പഴത്തിൻ്റെ ലഭ്യത കുറവായിരിക്കും എന്ന് മാത്രം. ഡ്രാഗൺ ചെടികളിൽ വൈറ്റ് സ്പോട്ട് കാണുന്നു, അങ്ങനെ തണ്ട് അഴുകുന്നു എന്ന് പല കർഷകരും ചോദിക്കാറുണ്ട്. വൈറ്റ് സ്പോട്ട് കാണുന്നത് ഫംഗൽ ഇൻഫെക്ഷനാണ്. സാഫ് എന്ന ഫംഗിസൈഡ് പശ ചേർത്ത് വേപ്പെണ്ണ കൂടി ചേർത്തിട്ട് മാസത്തിൽ 2 തവണ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഒഴിവാക്കാൻ പറ്റും. പൂ ഉണ്ടാകുന്നെങ്കിലും പൂ കൊഴിച്ചിൽ വ്യാപകമാണെന്ന് ധാരാളം കമൻസ് വരുന്നുണ്ട്. പൂ കൊഴിച്ചിലിന് പ്രധാന കാരണം മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കുറവാണ്. പൂക്കാറായാൽ നമ്മൾ മിക്സഡ് കമ്പോസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ പൂർണ്ണമായും നമുക്ക് പൂ കൊഴിച്ചിൽ തടയാം. വേനൽക്കാലത്ത് ധാരാളം വളങ്ങളൊക്കെ നൽകുന്നുണ്ട്, വിളവ് കിട്ടുന്നില്ല എന്ന് പരാതി വരാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് വേനൽക്കാലത്ത് ഖരരൂപത്തിലുള്ള വളങ്ങൾ ഉപയോഗിച്ചാൽ അവ വലിച്ചെടുക്കാൻ ചെടിക്കാവില്ല. പകരം ദ്രവരൂപത്തിലുള്ള സ്ലറികൾ ആണ് ഉപയോഗിക്കേണ്ടത്. 10ഓളം ജൈവ സ്ലറികൾ ഉണ്ടാക്കുന്ന വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനൽ ജെസീസ് വേൾഡിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേതെങ്കിലുമൊക്കെ സ്ലറികൾ നിർമ്മിച്ച് വേനൽക്കാലത്ത് കൊടുത്താൽ നമുക്ക് സ്വാദിഷ്ടമായ പഴം ലഭിക്കുന്നതാണ്. ഒരു തണ്ടിൽ തന്നെ ഒന്നിലധികം മൊട്ടുകളും കായ്കളുമൊക്കെ വരുന്നത് സ്വാഭാവികമാണ്. അവയൊന്നും പറിച്ച് മാറ്റി കളയേണ്ട ആവശ്യമില്ല. ഈ ചെടിക്ക് താങ്ങാൻ പറ്റുന്നവയൊക്കെ അവ താങ്ങും. ബാക്കിയുള്ളത് ചെടി തന്നെ ഷെഡ് ചെയ്തുകൊള്ളും.
ഇവയൊക്കെ ഈ മാസത്തെ അവസാന വിളവെടുപ്പിനുള്ള കായ്കളാണ്, അതായത് മൂന്നാമത്തെ വിളവ്. അതുപോലെ തന്നെ ഇത് മെയ് മാസത്തെ ആദ്യ വിളവെടുപ്പിനുള്ള മൊട്ടുകളാണ്. ഇത്തരം ജൈവവളങ്ങൾ നൽകി കൃഷി ചെയ്യുന്നത് കൊണ്ട് തന്നെ ധാരാളം പഴങ്ങൾ വേനൽക്കാലത്ത് ഓഫ് സീസണിൽ ഉണ്ടാകുന്നുണ്ട്. മാത്രവുമല്ല ഈ വേനൽക്കാലത്ത് ഉണ്ടാകുന്ന പഴങ്ങൾക്ക് പൊതുവെ സ്വാദ് കൂടുതലാണ്. അതുമാത്രമല്ല ആവശ്യക്കാർ കൂടുതലാണ്, വിലയും കൂടുതലാണ്. അതുകൊണ്ട് ജൈവവളങ്ങൾ, എല്ലാ ജൈവവളങ്ങളുടെ നിർമ്മാണവും എൻ്റെ യൂട്യൂബ് ചാനൽ JC's World അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ട ശേഷം എല്ലാവരും ഇത്തരം ജൈവവളങ്ങൾ ഉണ്ടാക്കി ഉപയോഗിച്ച് ഓഫ് സീസണിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്ത് ലാഭം കൊയ്യണമെന്നാണ് എൻ്റെ അപേക്ഷ. കൊടും വേനലിൽ പോലും പഴത്തിൻ്റെ വലിപ്പത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ഏറ്റവും വലിയ പഴമെന്ന് പറഞ്ഞാൽ 1 കിലോ 18 ഗ്രാമിലുള്ള പഴം ലഭിച്ചിട്ടുണ്ട്. ഒരു ആവറേജ് എങ്ങനെ പോലെ 750 ഗ്രാം പഴത്തിൻ്റെ വലിപ്പം ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഡ്രാഗൺ കട്ട് ചെയ്യാം. ഇത് ഈ മാസത്തെ രണ്ടാമത്തെ വിളവാണ്. മണ്ണില്ല കൃഷിയിൽ മാത്രമല്ല, നമ്മൾ മണ്ണിൽ കൃഷി ചെയ്യുന്നതിലും കൃത്യമായിട്ടും മാസത്തിൽ 3 വിളവ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കുന്ന മിക്സഡ് ഫിഷ് അമിനോ ആണ്. മാർക്കറ്റിൽ ഫിഷ് അമിനോ കിട്ടും. അത് വെറും മത്തിയും ശർക്കരയും മാത്രം ചേർന്ന മിശ്രിതമാണ്. ഈ മിക്സഡ് ഫിഷ് അമിനോയിൽ വിവിധ തരം മത്സ്യങ്ങൾ ഉപയോഗിക്കുന്നു. അതായത് ക്രാബിൻ്റെ ചെറിയ തോട്, പ്രോൺ, കൊഞ്ചിൻ്റെ തോട്, ഇങ്ങനെ എല്ലാം ഇതിനകത്ത് ചേർക്കുന്നുണ്ട്.
അങ്ങനെ ഇത് ചേർക്കുന്നതിനാൽ നമുക്കുള്ള ചെടിക്ക് ആവശ്യമായ ഒട്ടുമിക്ക മാക്രോ ന്യൂട്രിയൻസ് ഇതിനകത്തുണ്ട്. മത്സ്യങ്ങൾക്ക് പകരം അവയുടെ വേസ്റ്റ് ഉപയോഗിച്ചും വളരെ ഗുണമേന്മയുള്ള മിക്സഡ് ഫിഷ് അമിനോ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇതിൻ്റെ നിർമ്മാണ വീഡിയോ ജേസീസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. നിങ്ങൾക്കത് നോക്കി വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ കൊടും വേനലിൽ എൻ്റെ ടെറസിൽ നിന്ന് ലഭിച്ച ഡ്രാഗൺ പഴങ്ങളാണ് ഇവ. ഇത് രണ്ടാമത്തെ വിളവാണ്. ഒരു മാസത്തിൽ കൃത്യമായി 3 വിളവ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് തന്നെ പൂർണ്ണമായും വിളവില്ല. അപ്പോൾ ആവശ്യക്കാർ വരുന്ന അനുസരിച്ച് നമ്മൾ മുറിച്ച് കൊടുക്കാറുണ്ട്. അതിന് ശേഷമുള്ളതാണ്. ഈ പഴങ്ങളെക്കാൾ കൂടുതൽ ഇവിടെ കച്ചവടം നടക്കുന്നതിൻ്റെ തണ്ടുകളാണ്. തണ്ടുകൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിൽ നിന്നും ആളുകളെത്തി തണ്ടുകൾ ശേഖരിക്കുന്നു. അതുകൂടാതെ മാലിദ്വീപിൽ നിന്ന് പോലും ആളുകൾ വന്ന് തണ്ടുകൾ ശേഖരിച്ച് മടങ്ങിപ്പോകുന്നുണ്ട്. താല്പര്യമുള്ള കർഷകർക്കൊക്കെ ചെയ്യാവുന്ന ഒരു കൃഷിയാണ്, ലാഭകരമായൊരു കൃഷിയാണ് ഡ്രാഗൺ കൃഷി. ഫ്രണ്ട്സ്, ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.